നമസ്കാരം. കൊല്ലം തിരുവനന്തപുരം ദേശീയപാത വികസനത്തിനോടനുബന്ധിച്ച് ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നിരവധി തവണ സമുദ്രാവിഷൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഇപ്പോൾ പാരിപ്പള്ളി ജംഗ്ഷനിൽ അമൃത സംസ്കൃത ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ സ്കൂളിന് ഓപ്പോസിറ്റായിട്ട് വലിയ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. കൊല്ലം തിരുവനന്തപുരം ദേശീയപാതയിൽ പാരിപ്പള്ളി പോലീസ് സ്റ്റേഷന് മുൻവശവും അമൃത സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിന് എതിർവശവുമായിട്ട് NHAയുടെ പണി ശരിയായ രീതിയിൽ നടക്കാത്തത് മുഖാന്തരം ഒരാളടി താഴ്ചയിലാണ് വെള്ളക്കെട്ട് രൂപം കൊണ്ടിരിക്കുന്നത്. സ്കൂൾ കുട്ടികൾ കൂട്ടമായി റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുമ്പോൾ അപകടത്തിൽപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. പൊതുവെ അശാസ്ത്രീയമായ ഓട നിർമ്മാണം മൂലം ജനങ്ങളുടെ ജീവിതം ദുസ്സഹമായിരിക്കുകയാണ്. അതുകൂടാതെ കൃത്യമായ പഠനങ്ങൾ നടത്താതെയും അശാസ്ത്രീയമായി നിർമ്മിച്ചിരിക്കുന്ന ഓടകൾ മാത്രമല്ല, ശരിയായ രീതിയിൽ ഓടകൾ തമ്മിൽ കണക്ട് ചെയ്യാത്തത് മുഖാന്തരം പരിസര പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാവുക നിത്യസംഭവമായി മാറിയിരിക്കുന്നു. ഈ വെള്ളക്കെട്ട് ഇവിടെ വന്നതെന്ന് പറയുന്നത് ഈ ഓട നിർമ്മാണം മഴയ്ക്ക് മുമ്പാണ് തുടങ്ങിയത്. മഴയ്ക്ക് മുമ്പ് തുടങ്ങി. ഇത് തുടങ്ങിയ ശേഷമാണ് ഈ മഴ വർഷിച്ച് തുടങ്ങിയത്. അതുവരെ ഈ ഒരു പണി ചെയ്തില്ലായിരുന്നു. ഈ വന്നതിന് ശേഷം ഇതുവരെ ഈ വെള്ളം ഇവിടെ ഒലിച്ചു പോയിട്ടില്ല. കാരണം പാരിപ്പള്ളി ജംഗ്ഷൻ മുതലുള്ള വെള്ളവും ഇവിടെ വന്ന് ഇവിടെ ഈ റോഡിൻ്റെ ഈ ഹൈവേയുടെ ഈ സൈഡ് ഒരു ഓടയുണ്ടായിരുന്നു. ആ ഓട അവർ മണ്ണിട്ട് നികത്തിയിട്ടാണ് പുതിയ ഓട നിർമ്മിച്ചിട്ടുമില്ല. പഴയ ഓട അവർ മണ്ണിട്ട് നികത്തുകയും ചെയ്തു. അങ്ങനെയാണ് ഈ വെള്ളക്കെട്ട് ഉണ്ടാകാൻ കാരണം. ഇവിടുത്തെ 2-3 കിലോമീറ്ററിലുള്ള ചുറ്റളവുള്ള വെള്ളം മുഴുവനും ഈ ഭാഗത്ത് വന്ന് നിന്നാണ് ഇവിടെ മറുഭാഗത്തേക്ക് ഒഴിച്ചു പോകുന്നത്. മറുഭാഗത്തുള്ള ആൾക്കാർ അവിടെ എൻട്രൻസ് ഇടാൻ പറ്റാത്ത രീതിയിൽ അവർ സർക്കാരിലേക്ക് ഒരു കോടതിയിൽ നിന്ന് ഒരു സ്റ്റേ വാങ്ങിച്ചത് കൊണ്ടാണ് ഇവിടെ തുറന്നിടാത്തത്, അവിടെ എൻട്രൻസ് കൊടുക്കാതിരിക്കുന്നത്. ഇവിടെ പഴയ ഓട അവർ മണ്ണിട്ട് നികത്തുകയും പുതിയ ഓടയുടെ നിർമ്മാണം പുനരാരംഭിക്കുകയും ചെയ്യാതെ ഇരുന്നതിൻ്റെ പേരിലാണ് ഈ വെള്ളക്കെട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്. വഴിയാത്ര എന്ന നിലയ്ക്ക് ഈ വെള്ളക്കെട്ട് പൂർണ്ണമായിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല, ഒരു പൊതുജന ആരോഗ്യ കേന്ദ്രമുണ്ട്, അതുപോലെ തന്നെ അമൃത സംസ്കൃത സ്കൂളുണ്ട്, പോലീസ് സ്റ്റേഷനുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും തിരക്കേറിയ ഏരിയയും കൂടെയാണ്. അപ്പോൾ സ്കൂൾ കുഞ്ഞുങ്ങളൊക്കെ ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കാണ്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെള്ളക്കെട്ടിനകത്ത് വീണ് പോകില്ലേ? വെള്ളക്കെട്ടിന് വീഴുന്ന നല്ല താഴ്ചയുണ്ട്, ഏതാണ്ട് നല്ല താഴ്ചകളുണ്ട്. ആ വെള്ളത്തിൽ വീഴുന്ന തീർച്ചയായിട്ടും മാരകമായ 6 മാസം കൊണ്ട് ഈ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ഈ വെള്ളക്കെട്ട് വീണ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ രോഗങ്ങൾ പിടിപെടുകയും വലിയ അസുഖങ്ങൾ കൊണ്ട് എത്തിക്കുകയും ചെയ്യും. പല പ്രാവശ്യം നമ്മൾ ഹൈവേയുടെ ഉദ്യോഗസ്ഥരോട് നമ്മൾ പരാതിപ്പെട്ടിട്ടുള്ളതാണ്. പിന്നെ കളക്ടറൊക്കെ നേരത്തെ ഇവിടെ വെള്ളക്കെട്ട് വന്ന് ഇവിടെ ഏതാണ്ട് റോഡിനൊപ്പം വെള്ളം മുങ്ങി നിന്നു. അങ്ങനെ കളക്ടർ ഇടപെട്ടാണ് ഇപ്പോൾ അവിടെ റോഡിൻ്റെ അവിടെ തുറന്ന് മറുഭാഗത്തേക്ക് വെള്ളം വിട്ടിരിക്കുന്നത്. അതിപ്പോൾ അങ്ങനെ തുറന്ന് വെച്ചേക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ അവിടെ വെള്ളക്കെട്ട് ഇല്ലാതിരിക്കുന്നത്. ഇവിടെ ഈ തോണ്ടിയിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ വെള്ളക്കെട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ വെള്ളക്കെട്ടില്ല. ഈ ഓട നിർമ്മാണം പൂർത്തിയാക്കിയാലേ ഈ വെള്ളക്കെട്ട് അവസാനിക്കത്തുള്ളൂ. ഇതുവരെ ആവാൻ പണി അവർ തുടങ്ങി, ഓടയുടെ നിർമ്മാണം അവർ തുടങ്ങിയിട്ടേ ഇല്ല. മാത്രമല്ല, മറുഭാഗത്ത് വെള്ളം ഒലിച്ചു പോകാൻ വേണ്ടി എൻട്രൻസ് അവർ ഇട്ടിട്ടുമില്ല. ഓടയിൽ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നു എന്നുള്ളതല്ലാതെ മറുഭാഗത്ത് പോകാനുള്ള വഴിയുമില്ല. അതാണ് ഈ വെള്ളക്കെട്ടിൻ്റെ പ്രധാന കാരണം. അതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എത്രയും പെട്ടെന്നൊരു പരിഹാരം ഉണ്ടെങ്കിൽ മാത്രമേ ഈ വെള്ളക്കെട്ട് അവസാനിക്കാൻ പറ്റത്തുള്ളൂ. ഏറ്റവും സങ്കടവും പരിതാപകരവുമായ അവസ്ഥ സ്കൂൾ വിദ്യാർത്ഥികളും കാൽനട യാത്രക്കാരും വാഹനങ്ങളുമെല്ലാം ഒരുപോലെ അപകടത്തിലാക്കും വിധമാണ് ഈ വെള്ളക്കെട്ട്. മാത്രമല്ല, പോലീസ് സ്റ്റേഷനിൽ പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ കയറ്റിയിടാൻ സ്ഥലമില്ല. തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് പോകുന്ന ആളുകളും വലയുന്നു. മതിയായ സുരക്ഷാ ബാരിയറുകളില്ലാതെ, മാത്രമല്ല A-ഫ്രെയിം ബാരിക്കേഡുകൾ, അതായത് കാൽനട യാത്രക്കാർക്കും അപകടകരമായ സ്ഥലങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിനുമാണ് ഇത്. എന്നാൽ യാതൊരു സുരക്ഷാ മുൻകരുതലുമില്ലാതെ ഈ വെള്ളക്കെട്ടിന് സമീപത്തു കൂടി വേണം കാൽനട യാത്രക്കാരും സ്കൂൾ കുട്ടികളുമെല്ലാം യാത്ര ചെയ്യാൻ. ആർക്കു വേണ്ടിയാണ് വികസനം? നാടിൻ്റെ പുതിയ പൗരന്മാരായി മാറേണ്ട വിദ്യാർത്ഥികളുടെ ജീവൻ എടുക്കാനാണോ? ഇത്തരം വെള്ളക്കെട്ടുകൾ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടാത്തതാണോ? അതോ മനഃപൂർവ്വം കണ്ടില്ലെന്ന് നടിക്കുകയാണോ? സ്കൂൾ വിദ്യാർത്ഥികളും യാത്രക്കാരും ഈ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടുന്നതിന് മുന്നേ ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് സമുദ്രാവിഷനും പറയാനുള്ളത്. ക്യാമറാമാൻ വിഷ്ണുവിനോടൊപ്പം റിപ്പോർട്ടർ സമുദ്രാവിഷൻ.